അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്നുള്ളൊരു വിശ്വാസം. ഇവിടെ ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നല്ലൊരു ഷെയ്ക്കാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടുകാലമല്ലേ, അപ്പോൾ ചൂടിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കുളിർമ ഏകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷെയ്ക്കായിട്ടാണ് മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, നേരെയാണ് കിച്ചണിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടൊന്ന് ബെല്ലൈക്കൻ ഓണൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ഷെയറൊക്കെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കിച്ചണിലോട്ട് പോകാൻ വരും. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പം ഞാനിതൊന്ന് എടുക്കട്ടെ. എൻ്റെ മൂടി മാറ്റിയിട്ട് ഇതേ കട്ടിയുള്ള 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഐസ് പോലെ ഇരിക്കുകയാണ്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ടാണ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു 3 നാലിപ്പൂവൻ പഴമാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, മധുരമൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ്. ഞാൻ ലേശം കുറക്കുന്നുണ്ട്. പിന്നെ ഒരു ലേശം വാനില എസൻസ് ലേശം ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി ഒഴിക്കണ്ട. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഞാൻ ബൂസ്റ്റ് ഇതാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം, കുറച്ച്. ഇതിലോട്ട് ലേശം വെള്ളം കേട്ടാ, ഒത്തിരി എടുക്കാനല്ല, ലേശം നമുക്കിതൊന്ന് അടിയാൻ വേണ്ടി മാത്രമേ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അപ്പം നമുക്കിതൊന്ന് നിർത്തി ഒന്ന് അടിക്കണേ. പാല് നല്ല കട്ടിയായിട്ടിരിക്കും. അടിക്കാം. അപ്പൊ നമുക്ക് നോക്കാം അടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പൊ ഇത് നല്ല പോലെ നല്ല പേസ്റ്റ് പോലെ അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഇത് അടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പഴമൊക്കെ നല്ല പോലെ അടിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റണം. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഈ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് വാനില ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വാനില ഐസ്ക്രീം ഇതിലോട്ടാണ് ഇട്ട് കൊടുക്കാം. ഒത്തിരി നിറക്കുന്നില്ല, മതി. കാരണം മധുരം കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഇതിലോട്ട് കുറച്ച് ബൂസ്റ്റും കൂടി അങ്ങോട്ട് തൂക്കിയേക്കാം ഒരു ഭംഗിക്ക്. അപ്പം ഇന്നത്തെ കണ്ടില്ലേ, ഇന്നത്തെ എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഷെയ്ക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുള്ളൊരു വിശ്വാസം. ഇത് വളരെ എല്ലാ ചെറിയ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ റംസാനിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മനസ്സും ഉള്ളും മനസ്സൊക്കെ ഒരേപോലെ തണുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം മാമിനെ താത്ത. ഓക്കെ ബൈ, താങ്ക് യു.